കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അടുത്ത 6 മാസത്തിനകത്ത് കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളെയും പല മണ്ഡലത്തെപ്പറ്റിയും പല ഊഹങ്ങളും പലപ്പോഴും പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരു ചാനൽ മേധാവിയുടെ പേര് വളരെ ശ്രദ്ധേയമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ കൗതുകകരമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി പോപ്പുലറായ പ്രശസ്തനായ ഒരാൾക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കാൻ മുന്നണികൾ തയ്യാറാവുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഉള്ള ഫോളോവേഴ്സിൻ്റെയും പരിചയക്കാരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ആ വ്യക്തിയുടെ പോപ്പുലാരിറ്റിയുടെ അല്ലെങ്കിൽ സ്വീകാര്യതയുടെ ജനസ്വീകാര്യതയുടെ ഒരു അളവ് പോലായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ പല ചാനൽ മേധാവികളും ഈ സ്ഥാനാർത്ഥിത്വത്തിന് അർഹരാണ്. പക്ഷേ ഇതുവരെ മറ്റാരുടെയും പേര് പൊതു ഇടങ്ങളിൽ ചർച്ചയിൽ വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഏവർക്കും പരിചിതനായ ശ്രീ മറുനാടൻ ഷാജിൻ്റെ പേര് നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ കേട്ടുവരുന്നുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ചെയ്ത ഒരു വീഡിയോയിൽ ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പൂഞ്ഞാറിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മണ്ഡലങ്ങളിൽ ഉള്ള ആൾക്കാർ എന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്നെ അറിയാമെന്നും യഥാർത്ഥത്തിൽ ഒരു MLA-യുടെ 140 MLA-മാരിൽ ഒരാളായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മറുനാടൻ ഷാജനായി ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ BJP ശ്രീ മറുനാടൻ ഷാജിനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് ചോദിക്കുമ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പ്രധാന ബെൽറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് തൊട്ട് മണ്ണന്തല വരെ നീണ്ടു കിടക്കുന്ന ഒരു കുടിയേറ്റ ക്രൈസ്തവ ബെൽറ്റാണ്. അതിൽ കുടിയേറ്റക്കാരുണ്ടാവും, ക്രൈസ്തവരുണ്ടാവും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ടാവും. മാത്രമല്ല തിരുവനന്തപുരത്തെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ചിന്തയിലും വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് പല ജില്ലകളിൽ നിന്നായിട്ട് വന്ന് തിരുവനന്തപുരത്ത് പല ഉദ്യോഗങ്ങളിലും പ്രവേശിച്ച് ഇവിടെ സെറ്റിലായ ഒരു സമൂഹം. അപ്പോൾ നഗരത്തിലെ ഒരു കുടിയേറ്റ സമൂഹം എന്നുള്ള രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ തിങ്ങി വസിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിൽ ശ്രീ മറുനാടൻ ഷാജിൻ്റേതായ ഒരു നല്ല ബെൽറ്റ്, ഒരു വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റ് അവിടെ ഉണ്ട്. അവിടെ ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമന്യേ മറുനാടൻ ഷാജിന് വ്യക്തിപരമായി വോട്ട് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതും ഈ മണ്ഡലത്തിലാണ് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ മറുനാടൻ ഷാജിനെ BJP പരിഗണിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് എന്നുള്ളതിൽ മറ്റ് സംശയങ്ങളൊന്നും വേണ്ടതില്ല. തിരുവനന്തപുരത്ത് എപ്പോഴും BJPക്ക് അടി കിട്ടിയിട്ടുള്ളത് അനുചിതമായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് ശ്രീശാന്തിനെ കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചത് ഒരു വലിയ അബദ്ധമായിപ്പോയി. അതുപോലെ കുമ്മനം രാജശേഖരനെ വട്ടിയൂർക്കാവ് മത്സരിപ്പിച്ചതും ഒരു അബദ്ധമായിപ്പോയി. അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. അങ്ങനെ പല സ്ഥാനാർത്ഥികളെയും അവരുടേതായിട്ടുള്ള പ്രാദേശിക ഏരിയകളിൽ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ട് മത്സരിപ്പിച്ചതാണ് തിരുവനന്തപുരത്ത് BJPക്ക് ഒരിക്കലും ഒരു സീറ്റ് നേടാൻ കഴിയാതെ പോയത്. നിയമം ഒരു എക്സംഷൻ മാത്രമാണ്. മാത്രമല്ല തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു കുത്തക മണ്ഡലമായി നിലനിൽക്കുന്ന ഒരു സമയം കൂടെയാണ് എന്ന് ഓർക്കണം. 14 മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ ബാക്കി 13 മണ്ഡലങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതു മുന്നണിയുടെയും കയ്യിലാണ്. കോവളം തന്നെ ശ്രീ വിൻസെൻ്റ് ജയിക്കാനുണ്ടായ കാരണം അവിടെ VSDP സ്ഥാനാർത്ഥി BJP ടിക്കറ്റിൽ ചിഹ്നം മാറി നിന്നതാണ് എന്നാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തിരുവനന്തപുരം അടുത്ത ഇലക്ഷനിൽ
കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാത്രമല്ല, ജനങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കാൻ അവർ സന്മനസ് കാണിക്കണം. നന്ദി, നമസ്കാരം.